ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് മർദ്ദനമേറ്റ കേസിന്റെ അന്വേഷണ അട്ടിമറിയിൽ വിശദീകരണം നൽകിയ DGP MR അജിത് കുമാർ. റിപ്പോർട്ടിലെ തനിക്കെതിരെയുള്ള കണ്ടെത്തലുകൾ അജിത് കുമാർ നിഷേധിച്ചതായാണ് വിവരം. അജിത് കുമാറിന്റെ വിശദീകരണം കൂടി പരിശോധിച്ച ശേഷം DGP റവാഡ ചന്ദ്രശേഖർ ആഭ്യന്തര സെക്രട്ടറിക്ക് റിപ്പോർട്ട് ഉടൻ കൈമാറും. ആലപ്പുഴയിൽ നവകേരള യാത്രയ്ക്കിടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ച കേസിന്റെ അന്വേഷണ അട്ടിമറിയിൽ 6ാം നാൾ DGPക്ക് വിശദീകരണം നൽകി ADGP MR അജിത് കുമാർ. ആരോപണങ്ങളെ അജിത് കുമാർ പൂർണ്ണമായും തള്ളിയെന്നാണ് വിവരം. അട്ടിമറിയിൽ തനിക്ക് പങ്കില്ലെന്നാണ് അജിത് കുമാർ വ്യക്തമാക്കുന്നത്. അജിത് കുമാറിന്റെ വിശദീകരണം സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ പരിശോധിച്ചു വരികയാണ്. വൈകാതെ തന്നെ DGP റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറും. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ശുപാർശ ചെയ്തുകൊണ്ടായിരിക്കും DGP റിപ്പോർട്ട് കൈമാറുക. SIT റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറി ആഭ്യന്തരമന്ത്രിക്ക് നൽകും. റിപ്പോർട്ട് ലഭിച്ചാലുടൻ അജിത് കുമാറിനെതിരെ നടപടിയെടുക്കാനാണ് ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനം. ഈ മാസം 31-ന് ഫയർഫോഴ്സ് മേധാവി നിതിൻ അഗർവാൾ DGP സ്ഥാനത്ത് നിന്ന് വിരമിക്കുകയാണ്. ഈ ഒഴിവിലേക്ക് ADGPമാരിൽ സീനിയറായ അജിത് കുമാറിനാണ് സാധ്യത. എന്നാൽ അജിത് കുമാറിന്റെ സ്ഥാനക്കയറ്റം തടഞ്ഞുകൊണ്ടുള്ള നടപടിയിലേക്ക് ആഭ്യന്തര വകുപ്പ് കടക്കും. അജിത് കുമാറിന് പുറമെ കേസ് അട്ടിമറിക്കാൻ കൂട്ടുനിന്ന ADGPയുടെ ഓഫീസിലെ 2 ഗ്രേഡ് SIമാർക്കെതിരെയും നടപടിയുണ്ടായേക്കും. മീഡിയ 1 തിരുവനന്തപുരം.